നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുകയാണ്. എന്തായാലും സംസ്ഥാനത്ത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ എല്ലാ മുന്നണികളും വലിയ ആത്മവിശ്വാസത്തിലാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കണ്ടതാണ്. കാരണം UDFും അതോടൊപ്പം തന്നെ NDAയും അവർക്ക് മികച്ചൊരു അടിത്തറ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്തായാലും നേടാൻ സാധിച്ചു. എന്തായാലും ആ അടിത്തറയിൽ ആത്മവിശ്വാസം പ്രകടമാക്കി തന്നെ അവരങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഈ 100 സീറ്റ് നേടും എന്നുള്ളതാണ് UDF നടത്തുന്ന പ്രഖ്യാപനം. കഴിഞ്ഞ ദിവസം VD സതീശൻ അത് വയനാട്ടിൽ പ്രഖ്യാപിക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും എന്ന് പറയുകയും ചെയ്തു. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നീക്കങ്ങളും ഇന്ന് നമുക്ക് അറിയാൻ സാധിക്കും. മറുവശത്ത് LDF പ്രത്യേകിച്ച് CPMനെ സംബന്ധിച്ചിടത്തോളം ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിന്നും ഒരു ശാപമോക്ഷം ഇതുവരെയും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇനി ആ ഒരു ശാപമോക്ഷം കിട്ടിയിട്ട് വേണം ഈ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാൻ. മാത്രവുമല്ല നിയമവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ വരാനുണ്ട്. അങ്ങനെ ഈ ശാപമോക്ഷമൊക്കെ ശബരിമലയിൽ നിന്നും ഉണ്ടാകുമോ എന്നതൊക്കെ നമുക്ക് കാത്തിരുന്നതിനെ കാണേണ്ടി വരും. കാരണം ഇന്ന് ഈ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPMന്റെ വളരെ പ്രധാനപ്പെട്ട മുതിർന്ന നേതാവ് കൂടിയായ A. പത്മകുമാർ നൽകിയ ജാമ്യ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുകയാണ്. എന്താണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന പരാമർശങ്ങൾ, അല്ലെങ്കിൽ ഈ ജാമ്യം ലഭിക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി അറിയേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. അതായത് നിങ്ങൾ ദൈവത്തെ പോലും വെറുതെ വിട്ടില്ല എന്ന് പറഞ്ഞത് രാജ്യത്തിന്റെ പരമോന്നത കോടതിയാണ്. കോടതിയുടെ ആ മൂർച്ചയുള്ള പരാമർശം ചെന്ന് വധിക്കുന്നത് ആരിലേക്കാണ്, കൊള്ളുന്നത് ആർക്കൊക്കെയാണ് എന്നതും വളരെ പ്രധാനമാണ്. എന്തായാലും നിരവധി വാർത്തകളുണ്ട്. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന്റെയും ജ്വല്ലറി ഉടമ ഗോവർദ്ധനന്റെയും ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതിയിൽ. ഒറ്റയ്ക്ക് ഒരു തീരുമാനവും എടുത്തിട്ടില്ല എന്ന് ജാമ്യാപേക്ഷയിൽ പത്മകുമാർ. SIT നിലപാട് നിർണായകം. സംസ്ഥാനത്തെ ജില്ലാ പഞ്ചായത്തുകളിൽ സ്ഥിരം സമിതികളിലേക്ക് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ധനകാര്യം, വികസനം, പൊതുമരാമത്ത്, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നീ സമിതികളിലേക്ക്. കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും സ്ഥിരം സമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നാളെ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ഇന്ന് നിർണായകം. ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെ ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കും. UPയിൽ കരട് വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. കേരളത്തിലെ ഹർജികൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ മാസം 15-ന്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ സുമയ്യ നിയമ നടപടിക്ക് സർക്കാർ ജോലിയും നഷ്ടപരിഹാരവും വേണമെന്നാവശ്യപ്പെട്ട് ഇന്ന് ജില്ലാ കോടതിയിൽ കേസ് നൽകും. കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നും ആവശ്യം. താൻ ഇപ്പോഴും വെനസ്വലൻ പ്രസിഡന്റ് എന്ന് അമേരിക്കയുടെ തടവിലുള്ള നിക്കോളസ് മദുറോ മാൽഹാട്ടൻ ജില്ലാ കോടതിയിൽ. ചുമത്തപ്പെട്ട എല്ലാ കുറ്റങ്ങളും നിഷേധിച്ച മദുറോ. കേസിലെ അടുത്ത വാദം മാർച്ച് 17-ന്. മദുറോ ബ്രൂക്ലിൻ ജയിലിൽ. അമേരിക്കൻ സൈനിക നടപടിക്കെതിരെ ഐക്യരാഷ്ട്രസഭയിൽ എതിർപ്പറിയിച്ച് കൂടുതൽ രാജ്യങ്ങൾ. അണ്ടർ-19 ഏകദിനത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യക്ക് 8 വിക്കറ്റിന്റെ ജയം. അണ്ടർ-19ലെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറിയുമായി വൈഭവ് സൂര്യവംശി. വിജയ് ഹസാരെ ട്രോഫിയിൽ ഇന്ന് കേരളം പോണ്ടിച്ചേരിയെ നേരിടും. മത്സരം രാവിലെ 9 മുതൽ അഹമ്മദാബാദിൽ. വിശദമായ വാർത്തകൾ നോക്കാം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറും റിമാൻഡിൽ കഴിയുന്ന ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധനനും നൽകിയ ജാമ്യ ഹർജികൾ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ദേവസ്വത്തിന്റെ ഭരണപരമായ പദവിയിലിരുന്ന തനിക്ക് ജീവനക്കാരെ ശബരിമലയിൽ ജോലിയുടെ ഭാഗമായി നിയന്ത്രിക്കാനുള്ള ചുമതലയാണ് ഉണ്ടായിരുന്നത് എന്നും കൂട്ടായ്മയിൽ അല്ലാതെ ഒറ്റയ്ക്ക് ഒരു തീരുമാനവും എടുത്തിട്ടില്ല എന്നുമാണ് പത്മകുമാറിന്റെ വാദം. നിരപരാധിയാണെന്നും ശബരിമലയ്ക്ക് വലിയ തോതിൽ സംഭാവനകൾ നൽകുന്ന വ്യക്തിയാണെന്നുമാണ് സ്വർണ്ണ വ്യാപാരിയായ ഗോവർദ്ധൻ ഹർജിയിൽ വാദിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും ലഭിച്ച 400 ഗ്രാമിലധികം സ്വർണം ശബരിമലയിലേതാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ തന്നെ 10 ലക്ഷം രൂപ DD-യായും 10 പവൻ മാലയായും തിരികെ നൽകിയിട്ടുണ്ടെന്നും ഇതുവരെ 1.5 കോടി രൂപ ക്ഷേത്രത്തിന് നൽകിയ തനിക്ക് തട്ടിപ്പ് നടത്തേണ്ട സാഹചര്യമില്ല എന്നുമാണ് ഗോവർദ്ധന്റെ വാദം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണത്തിന് ഹൈക്കോടതി ഇന്നലെ കൂടുതൽ സമയം അനുവദിച്ചിരുന്നു. 6 ആഴ്ചത്തെ സമയമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആവശ്യപ്രകാരം ദേവസ്വം ബെഞ്ച് അനുവദിച്ചത്. ഈ മാസം 19-ന് SIT ഹൈക്കോടതിയിൽ ഇടക്കാല റിപ്പോർട്ടും സമർപ്പിക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഇന്നും നാളെയുമായി നടക്കും. അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ചെയർമാൻമാരുടെ തെരഞ്ഞെടുപ്പ് അതത് ഭരണാധികാരികൾ നടത്തുകയാണ്. വിവരങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ
ചേരുകയാണ്. അതിന് ഗുഡ് മോർണിംഗ്. എന്തായാലും ഇന്ന് ഈ മറ്റ് തെരഞ്ഞെടുപ്പുകളിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ്. എപ്പോഴായിരിക്കും ഈ നടപടിക്രമങ്ങളൊക്കെ ആരംഭിക്കുക? ലിജിൻ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഈ സ്ഥിരം സമിതി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഇന്നും നാളെയും ഒക്കെയായി നടക്കും. ഇന്നലെയും ചിലയിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു. ഈ വനിതാ സംവരണം സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പായിരുന്നു ഇന്നലെ നടന്നത്. ഇന്ന് ഏതായാലും രാവിലെ 10 മണിയോടുകൂടി തന്നെ ജില്ലാ പഞ്ചായത്തുകളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ ആരംഭിക്കും. തലസ്ഥാന നഗരത്തിലെ ജില്ലാ കമ്മിറ്റികളിൽ ഇന്നാണ് ഈ സ്ഥിരം സമിതിയുടെ തെരഞ്ഞെടുപ്പ്. അതുപോലെ തന്നെ ഈ കോർപ്പറേഷന്റെയും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ്, സ്ഥിരം അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് നാളെയായിരിക്കും നടക്കുക. ധനകാര്യം ഉൾപ്പെടെയുള്ള 8 സ്ഥിരം സമിതികളാണ് കോർപ്പറേഷനിലുള്ളത്. ഈ ഓരോ കൗൺസിലർമാരും ഈ ഓരോ സ്ഥിര സമിതികളിൽ അംഗമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതനുസരിച്ച് സ്ഥിരം സമിതിയിൽ 13 അംഗങ്ങൾ വരെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് നിലവിലുള്ളത്. അതുകൂടാതെ തന്നെ ഈ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ചെയർമാൻമാരുടെ തെരഞ്ഞെടുപ്പിലേക്ക് വരണാധികാരികൾ കടക്കും. ഈ ധനകാര്യം, വികസനം, ക്ഷേമം, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നിങ്ങനെ 4 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലും ജില്ലാ പഞ്ചായത്തിൽ ധനകാര്യം, വികസനകാര്യം, പൊതുമരാമത്ത്, ആരോഗ്യം, വിദ്യാഭ്യാസം, ക്ഷേമകാര്യം എന്നിങ്ങനെ 5 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലുമായിട്ടാണ് തെരഞ്ഞെടുപ്പ് ഏതായാലും നടക്കുക. ഇന്നലെ മുതൽ തന്നെ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. ഈ വനിതാ സംവരണ സീറ്റും അതുപോലെ തന്നെ ജനറൽ സംവരണ സീറ്റുകളും ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പുകളാണ് നിലവിൽ നടക്കുക. രാവിലെ 10 മണിയോടുകൂടി ജില്ലാ പഞ്ചായത്തുകളിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ ആരംഭിക്കും. നാളെ 7-ാം തീയതിയായ നാളെ ആയിരിക്കും കോർപ്പറേഷനുകളിലെ സ്ഥിരം കമ്മിറ്റികളിലെ തെരഞ്ഞെടുപ്പ് ഏതായാലും നടക്കുക. ശരി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പാണ് ഇന്ന് നാളെയുമായിട്ട് നടക്കുന്നത്. ആതിരയാണ് വിവരങ്ങൾ നൽകിയത്. വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിനെതിരായ ഹർജികൾ ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നേരത്തെയുള്ള ഹർജികളും മറ്റ് സംസ്ഥാനങ്ങളിലെ ഹർജികളുമാണ് സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുക. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത്. കേരളത്തിലെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഹർജികൾ ഇന്ന് പരിഗണിക്കില്ല. ഈ മാസം 15-നാണ് സുപ്രീം കോടതി കേരളത്തിന്റെ ഹർജികൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. വിവരങ്ങളുമായി കെ പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് SIRമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. കാരണം വളരെ നിർണായകമായിട്ടുള്ള ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വരികയാണ്. ഒപ്പം തന്നെ ഈ ബീഹാറിലായിരുന്നല്ലോ ഏറ്റവും കൂടുതൽ ഈ SIRമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉയർന്നത്. അങ്ങനെ ബീഹാറും അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലുമായി ബന്ധപ്പെട്ടുള്ള ഹർജികളാണ് കോടതിയുടെ പരിഗണനയിൽ ഇന്ന് എത്തുന്നത്. പ്രശാന്ത്. ലിജിൻ, ഗുഡ് മോർണിംഗ്. ഏതായാലും SIRമായി ബന്ധപ്പെട്ട ഹർജികൾ വരുമ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് പശ്ചിമ ബംഗാളിലേക്കാണ്. ബീഹാറിന്റെ കാര്യത്തിൽ എടുത്ത നടപടികൾ അതേ തരത്തിൽ തന്നെ പശ്ചിമ ബംഗാളിന്റെ കാര്യത്തിൽ ചീഫ് ജസ്റ്റിസ് അടങ്ങിയ ബെഞ്ച് എടുക്കുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് പശ്ചിമ ബംഗാളിൽ ഇപ്പോഴും പ്രശ്നങ്ങൾ നിൽക്കുന്നു. കഴിഞ്ഞ ദിവസം റാലിയിൽ മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞത് നിരവധി ആളുകൾക്ക് SIRമായി ബന്ധപ്പെട്ട ജീവൻ നഷ്ടമായിട്ടുണ്ട്. അവർക്ക് സംരക്ഷണം ഒരുക്കാൻ കഴിയുന്നില്ലെങ്കിൽ താൻ തന്നെ നേരിട്ട് സുപ്രീം കോടതിയെ സമീപിക്കുകയും സുപ്രീം കോടതിയിൽ കേസ് വാദിക്കുകയും ചെയ്യുന്ന തരത്തിൽ ചില പരാമർശങ്ങൾ മമതാ ബാനർജിയുടെ ഭാഗത്തൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടതാണ്. സ്വാഭാവികമായും പശ്ചിമ ബംഗാൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട അതിശക്തമായ വിമർശനമാണ് കമ്മീഷനെതിരെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. സർക്കാരിന് വേണ്ടിയും, അതായത് കേന്ദ്ര സർക്കാരിന് വേണ്ടിയും BJPക്ക് വേണ്ടിയുമുള്ള നിലപാടുകളാണ് പശ്ചിമ ബംഗാളിലാകെ തന്നെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്, നടത്തിക്കൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നുള്ളതാണ് തൃണമൂലിന്റെ ആരോപണം. ആ ആരോപണങ്ങൾ അതേ രീതിയിൽ തന്നെ അവർ മുന്നോട്ട് വെക്കുന്നു. നിരവധിയായ മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ വ്യക്തമാക്കുന്നു. അതേസമയം തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വാദങ്ങളും ഒപ്പം തന്നെ ആരോപണങ്ങളും നിഷേധിക്കുന്നുണ്ട്. അത്തരത്തിൽ ഒരു മരണവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. നേരത്തെ ചില നിർദ്ദേശങ്ങൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് നൽകിയിരുന്നു. പ്രത്യേകിച്ച് കൂടുതൽ സമയം അനുവദിക്കണം, അതോടൊപ്പം തന്നെ ജോലി സമ്മർദ്ദമുണ്ടെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരെ കൂടുതലായി അതിന് ചുമതലപ്പെടുത്തുകയും കൃത്യമായ ഒരു നിരീക്ഷണവും നിർദ്ദേശവും ഒക്കെ തന്നെ നൽകണമെന്നൊക്കെ തന്നെ നൽകിയിരുന്നു. ആ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള ഒരു പുരോഗതി റിപ്പോർട്ട് കൂടി സുപ്രീം കോടതിക്ക് മുൻപിൽ ഉണ്ട്. അത് കൃത്യമായി പരിശോധിക്കും. അതോടൊപ്പം തന്നെ ബീഹാറുമായി ബന്ധപ്പെട്ട ഇനി കൂടുതൽ നടപടികൾ ഏതൊക്കെ തരത്തിലാണ് ഇപ്പോൾ ബീഹാറിലെ സാഹചര്യങ്ങൾ നിൽക്കുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതുകൊണ്ട് തന്നെ അത്ര ഒരു തിരക്ക്, നേരത്തെ ഉണ്ടായിരുന്ന ഒരു തിരക്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക് ബീഹാറിന്റെ കാര്യത്തിൽ ഇല്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. എങ്കിൽ പോലും സുപ്രീം കോടതിക്ക് അക്കാര്യത്തിൽ ചില നിർദ്ദേശങ്ങളൊക്കെ തന്നെയുണ്ട്. അക്കാര്യങ്ങളിലൊക്കെ തന്നെ ഏത് നിലപാടുകൾ സ്വീകരിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല തമിഴ്നാട് തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. തമിഴ്നാട്ടിലെ SIRമായി ബന്ധപ്പെട്ടും ഹർജികൾ സുപ്രീം കോടതിക്ക് മുൻപിലുണ്ട്. ഇതിൽ കേരളത്തിന്റെ ഹർജികൾ മാത്രമാണ് പിന്നീട് പരിഗണിക്കാനുള്ളത്. കേരളത്തിൽ നിലവിൽ സമയം നീട്ടി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അത് അവസാനിക്കാനും നടപടിക്രമങ്ങളെല്ലാം തന്നെ അവസാന ഘട്ടത്തിലാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനൊരു പുരോഗതി റിപ്പോർട്ട് മാത്രമായിരിക്കും കോടതിയിലേക്ക് ഇനി എത്തുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ SIRമായി ബന്ധപ്പെട്ടുള്ള ഹർജികൾ പരിഗണിക്കുന്ന സമയത്ത് തന്നെ സുപ്രീം കോടതി വ്യക്തമാക്കിയത് SIRമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഉണ്ടെങ്കിൽ കോടതിയിൽ വരാം.
അതിനകത്ത് അത് തടസ്സപ്പെടുത്തുകയല്ല വേണ്ടത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതുവരെയുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്, എത്രത്തോളം ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്, ഇനി ഏത് തരത്തിലുള്ള നടപടികളാണ് പ്രധാനമായും വേണ്ടത്, ഇക്കാര്യങ്ങളാണ് പ്രധാനമായും ഇന്ന് പരിശോധിക്കുക. ലിജിൻ, ശരി, എന്തായാലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള ഹർജികൾ ഇന്ന് സുപ്രീം കോടതിയിൽ വരികയാണ്. ആദ്യഘട്ടത്തിൽ ഈ ഹർജികൾ വന്നപ്പോൾ ഏറ്റവും പ്രധാനമായും ബീഹാറിൻ്റെ വിഷയമായിരുന്നു പ്രത്യേകിച്ച് വലിയ വിമർശനമൊക്കെ ഉണ്ടായത്. അതിനുശേഷമാണ് ഇതാ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ, പ്രത്യേകിച്ച് പശ്ചിമ ബംഗാളും തമിഴ്നാടും കേരളവും അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ആ ഘട്ടത്തിൽ രാഷ്ട്രീയപരമായി ഇതിനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ആവശ്യം. എന്തായാലും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഇന്ന് എന്ത് പരാമർശമാണ്, അല്ലെങ്കിൽ സുപ്രീം കോടതി ഹർജികൾ ഏത് രീതിയിലാണ് നോക്കിക്കാണുന്നത് എന്നത് വളരെ പ്രധാനമാണ്. കെ പ്രശാന്തായിരുന്നു വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിനെ തുടർന്ന് നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയ കാട്ടാക്കട സ്വദേശി സുമയ്യ നിയമ പോരാട്ടത്തിനൊരുങ്ങുകയാണ്. സർക്കാർ ജോലിയും നഷ്ടപരിഹാരവും ആവശ്യപ്പെട്ട് ഇന്ന് ജില്ലാ സെഷൻസ് കോടതിയിൽ കേസ് ഫയൽ ചെയ്യും. നഷ്ടപരിഹാരവും സർക്കാർ ജോലിയും നൽകണം എന്നതാണ് സുമയ്യയുടെ ആവശ്യം. വിവരങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ ചേരുകയാണ്. ആതിര, ഈ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അല്ലെങ്കിൽ വലിയ ചർച്ച ചെയ്ത ഒരു വിഷയം കൂടിയാണ് ഈ സുമയ്യയുടെ ഈ ഗൈഡ് വയർ കുടുങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം. അന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞത് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ സുമയ്യ തന്നെ പറയുന്നത് എന്തായാലും പറഞ്ഞ വാഗ്ദാനങ്ങളൊന്നും പാലിച്ചിരുന്നില്ല, തനിക്ക് നീതി വേണം, അല്ലെങ്കിൽ ഈ നടപടിക്രമങ്ങളൊന്നും തന്നെ പൂർത്തീകരിച്ചില്ല എന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ്. ആ ഒരു ഘട്ടത്തിൽ കൂടിയാണോ ഇപ്പോൾ പരാതിയുമായി മുന്നോട്ട് പോകാൻ സുമയ്യ തയ്യാറാകുന്നത്? ലിജിൻ, ഏതായാലും ഈ സുമയുടെ വിഷയം ഏകദേശം 50 സെന്റിമീറ്റർ നീളമുള്ള ഗൈഡ് വയറാണ് ഈ ചികിത്സാ പിഴവിനെ തുടർന്ന് സുമയുടെ നെഞ്ചിൽ കുടുങ്ങിയത്. ഇത് ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുക്കാനുള്ള ശ്രമമൊക്കെ തന്നെ നടത്തിയിരുന്നെങ്കിലും അതൊന്നും തന്നെ സാധിച്ചില്ല. ഏകദേശം 2 തവണയാണ് ഡോക്ടർമാർ ഇത്തരത്തിൽ ഈ വയർ പുറത്തെടുക്കാനുള്ള ഒരു ശ്രമം നടത്തിയത്. പക്ഷേ ആ 2 തവണയും പരാജയപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ആദ്യഘട്ടം മുതൽ സുമയുടെയും ബന്ധുക്കളുടെയും ആവശ്യം എന്ന് പറയുന്നത് ഒന്നുകിൽ നഷ്ടപരിഹാരം നൽകുക, അല്ലെങ്കിൽ ഈ ഗൈഡ് വയർ ഈ നെഞ്ചിൽ നിന്നും പുറത്തെടുക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ ഗൈഡ് വയർ പുറത്തെടുക്കാൻ സാധിക്കാത്തൊരു സാഹചര്യത്തിൽ നഷ്ടപരിഹാരം വേണമെന്നുള്ളതായിരുന്നു ആവശ്യം. ആരോഗ്യമന്ത്രി ഉൾപ്പെടെ ഇത്തരത്തിലൊരു ചികിത്സാ പിഴവ് സംഭവിച്ചു എന്ന് ഉറപ്പിച്ചു പറഞ്ഞൊരു സാഹചര്യവും ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം മറ്റൊരു നടപടിക്രമങ്ങളിലേക്ക് ഒന്നും തന്നെ കടന്നിട്ടില്ല. ഈ നഷ്ടപരിഹാര തുക നൽകണമോ നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു തരത്തിലുള്ള ഒരു നടപടിക്രമങ്ങളിലേക്കും പിന്നീട് കടന്നില്ല എന്നുള്ളതാണ് സുമയ നിലവിൽ ഉന്നയിക്കുന്ന ആരോപണം. ഇതുകൊണ്ട് തന്നെയാണ് നിലവിൽ ഏതായാലും ഒരു നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാൻ സുമയും ബന്ധുക്കളും തീരുമാനിച്ചത്. ഇന്ന് ഏതായാലും ജില്ലാ സെഷൻസ് കോടതിയിലെത്തി കേസ് ഫയൽ ചെയ്യാൻ ഒരുങ്ങുകയാണ് സുമയ. 1 കോടി രൂപ നഷ്ടപരിഹാരം വേണമെന്നുള്ളതാണ് ആവശ്യം. അതുപോലെ തന്നെ തനിക്ക് സർക്കാർ ജോലി നൽകണമെന്നും സുമയ ആവശ്യപ്പെടുന്നുണ്ട്. 2023 സുമയ തൈറോയിഡുമായി ബന്ധപ്പെട്ടുള്ള ഒരു ശസ്ത്രക്രിയയ്ക്ക് വിധേയയാകുന്നത്. ആ സമയത്താണ് ഇത്തരത്തിൽ ഗൈഡ് വയർ നെഞ്ചിൽ കുടുങ്ങുന്നതും. അതിനുശേഷം വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ തനിക്ക് നേരിടേണ്ടി വന്നിരുന്നു എന്നുള്ളതൊക്കെ തന്നെ സുമയ ആദ്യഘട്ടം മുതൽ സൂചിപ്പിച്ചിരുന്ന കാര്യവുമാണ്. പക്ഷേ ഈ ഗൈഡ് വയർ പുറത്തെടുക്കണമെന്ന ആവശ്യം സുമയ ഡോക്ടർമാരോട് പറഞ്ഞിരുന്നെങ്കിലും ഇത്തരത്തിൽ ആ ഗൈഡ് വയർ പുറത്തെടുത്തു കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് തന്നെയാണ് നിലവിലും ഡോക്ടർമാർ പറയുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഈ ഗൈഡ് വയർ പുറത്തെടുക്കുക എന്നുള്ളത് വലിയ രീതിയിലുള്ള ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ഇത് പുറത്തെടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് ഡോക്ടർമാർ സൂചിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നഷ്ടപരിഹാര തുക വേണമെന്നായിരുന്നു സുമയ ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ ഇതുവരെ അതിനുള്ള യാതൊരു തരത്തിലുള്ള നടപടിക്രമങ്ങളും ഉണ്ടായിട്ടില്ല എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് നിലവിൽ ഏതായാലും നിയമ നടപടിക്ക് സുമയ ഒരുങ്ങുന്നത്. അതിലൊരു കാര്യം കൂടി, കഴിഞ്ഞ കുറേ മാസങ്ങളായി അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ കാലമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ആരോഗ്യ വകുപ്പിലെ ഇത്തരത്തിലുള്ള ചില പാളിച്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പാലക്കാട് ജില്ലയിലും ഒരു പെൺകുട്ടിയുടെ ഇടത്തെ കൈ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഏറ്റവും ഒടുവിൽ ആരോഗ്യവകുപ്പ് മന്ത്രി റിപ്പോർട്ട് തേടി എന്ന് പറയുന്നതല്ലാതെ അക്കാര്യത്തിലൊന്നും തന്നെ ഒരു ഇടപെടൽ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതിൽ ആ ഒരു കൃത്രിമ കൈ വെച്ച് കൊടുക്കാൻ തയ്യാറെടുക്കുന്ന വേളയിലാണ് കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പ് അതുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്തത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് നിൽക്കുന്ന സമയത്ത് ഈ പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് ആരോഗ്യവകുപ്പ്. അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ഇടപെടൽ പിന്നിലേക്ക് അവർ മാറി നിൽക്കുമ്പോൾ അത് വലിയ രീതിയിലുള്ള ചർച്ചയാകാനുള്ള സാധ്യത തന്നെയല്ലേ മുന്നിലുള്ളത്? തീർച്ചയായും ഇത് ചർച്ചയാകാനുള്ള സാധ്യത തന്നെയാണ് നിലവിലുള്ളത്. കാരണം 1-2 സംഭവങ്ങളല്ല, ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥർ തന്നെ സിസ്റ്റം ശരിയല്ല എന്ന ഒരു ആരോപണവുമായി രംഗത്തെത്തുന്ന സാഹചര്യമാണ് ഈ സംസ്ഥാനത്ത് കുറച്ചു കാലങ്ങളായി തന്നെ ഉണ്ടാകുന്നത്. കാരണം അത്രത്തോളം ഈ ഉപകരണക്ഷാമവും അതുപോലെ തന്നെ ചികിത്സാ പിഴവുകളുടെ വാർത്തകളും ഒക്കെ തുടരെ വരുന്നൊരു സാഹചര്യം. ആരോഗ്യവകുപ്പ് നമ്പർ 1 കേരളമാണ്, ആരോഗ്യവകുപ്പിൽ അത്രത്തോളം വലിയ നേട്ടങ്ങൾ കൈവരിച്ചു എന്നൊക്കെ കൊട്ടിഘോഷിക്കും
സംഭവിക്കുമ്പോഴും ഇത്തരത്തിലുള്ള തുടർച്ചയായ സംഭവങ്ങൾ അത് ആരോഗ്യ വകുപ്പിന്റെ ആ ഒരു മേന്മ കളയുന്ന രീതിയിലുള്ള സംഭവങ്ങൾ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. പല രീതിയിലും ചികിത്സാ പിഴവിനെ തുടർന്ന് രോഗികൾ മരണപ്പെടുന്ന സംഭവങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം, അതും തുടർച്ചയായ രീതിയിൽ ഇത്തരത്തിൽ സംഭവിക്കുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെതിരെ അടക്കം ഉയർന്നിട്ടുള്ള വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ, അതിനെതിരെ പ്രതിഷേധങ്ങൾ ശക്തമാകുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. പലപ്പോഴും ആരോഗ്യമന്ത്രി പാലിക്കുന്ന മൗനം അത് വലിയ രീതിയിൽ തിരിച്ചടിയാകുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത്. കാരണം പ്രതിപക്ഷം ഉൾപ്പെടെ ഇത് വലിയ രീതിയിൽ ആയുധമാക്കുമ്പോഴും ആരോഗ്യമന്ത്രി കൃത്യമായ രീതിയിൽ ഇതിനൊരു മറുപടി നൽകുന്നില്ല എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെയും അതുപോലെ തന്നെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളുടെയും ഒക്കെ തന്നെ ആരോപണം. നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത് പാർട്ടിയെയും അതുപോലെ തന്നെ സർക്കാരിനെയും ഒക്കെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത്. കാരണം സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ കേരളം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പ് എന്ന് പറയുന്നത് അത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നത് കൂടിയാണ്. ആ ഒരു വകുപ്പിലാണ് ഇത്രത്തോളം വലിയ രീതിയിലുള്ള ഒരു പ്രതിച്ഛായ തകർക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ നിരന്തരമായി ഉയർന്നു വരുന്നത്. പക്ഷേ അതിലൊന്നും തന്നെ കൃത്യമായ രീതിയിലുള്ള ഒരു പരിഹാരം കാണാൻ ആരോഗ്യ വകുപ്പിനോ സർക്കാരിനോ സാധിക്കുന്നില്ല എന്നുള്ളതും വലിയ രീതിയിലുള്ള തിരിച്ചടി തന്നെയാണ് സർക്കാരിനും ആരോഗ്യ വകുപ്പിനും ഈ ഒരു തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത്. ശരി, എന്നാലും 2023 മാർച്ച് 15-നായിരുന്നു ഈ ജനറൽ ആശുപത്രിയിൽ ഈ ശസ്ത്രക്രിയ നടക്കുന്നതും അതിനെ തുടർന്ന് ഈ ബുദ്ധിമുട്ട് സുമയ തന്നെ അവിടെ ആശുപത്രിയിലൊക്കെ ഡോക്ടർമാരോടൊക്കെ തന്നെ പറയുകയും ചെയ്തത്. പക്ഷേ ആ സമയത്തൊന്നും തന്നെ ഒരു ഇടപെടലും ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. ചില ശ്രമങ്ങൾ, ഈ വയറ് പുറത്തെടുക്കാനുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നു എന്നതല്ലാതെ പരമാവധി അത് എങ്ങനെ ഒതുക്കി തീർക്കാം എന്നുള്ളൊരു നീക്കമായിരുന്നു അന്ന് ഡോക്ടർമാർ ചെയ്തിരുന്നത്. ഏറ്റവും ഒടുവിൽ വലിയ പ്രതിഷേധമുണ്ടാകുന്നു. നിയമസഭയിൽ ആരോഗ്യമന്ത്രി തന്നെ ഈ വിഷയം ഉന്നയിക്കുകയാണ്. സംഭവത്തിൽ വീഴ്ചയുണ്ടായി എന്ന് പറയുന്നത് വീണ ജോർജ് ആയിരുന്നു. പക്ഷേ ഇത്രയും കാലം കഴിഞ്ഞിട്ടും പറഞ്ഞ വാഗ്ദാനങ്ങളോ അല്ലെങ്കിൽ പ്രഖ്യാപിച്ച നഷ്ടപരിഹാരമോ ഒന്നും തന്നെ ലഭിച്ചില്ല. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് സുമയ എന്തായാലും ഇപ്പോൾ ഈ നിയമ നടപടിയുമായി അല്ലെങ്കിൽ നഷ്ടപരിഹാരവും സർക്കാർ ജോലിയും ഒക്കെ വേണമെന്നുള്ള ആവശ്യവുമായി മുന്നോട്ട് പോകുന്നത്. എന്തായിരിക്കും ഇതിന് ശേഷമുള്ള നടപടിക്രമങ്ങൾ, ആരോഗ്യവകുപ്പ് ഈ വിഷയത്തിൽ എന്ത് പ്രതികരണം ഇനി നടത്തുമെന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. ആതിരയായിരുന്നു വിവരങ്ങൾ നൽകിയത്. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമം തുടരുകയാണ്. 24 മണിക്കൂറിനിടെ 2 ഹിന്ദു യുവാക്കൾ കൊല്ലപ്പെട്ടു. അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു. കെ പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തുടരുന്ന ഈ ഒരു ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമം ഇപ്പോഴും അത് തുടരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ 24 മണിക്കൂറിനിടെ 2 പേർ വീണ്ടും കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിൻ്റെ ആഘാതം വളരെ വലുതാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ലിജിൻ, കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ബംഗ്ലാദേശിൽ ഇത്തരത്തിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ, പ്രത്യേകിച്ച് ഹൈന്ദവർക്കെതിരായി വലിയ തരത്തിലുള്ള അതിക്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇതുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള നടപടി ഉണ്ടാകുന്നില്ല. പോലീസ് ഒരു കേസ് ഉണ്ടാകുന്നു, ആ സമയത്ത് ഒരു സംഭവം ഉണ്ടാകുന്നു, പോലീസ് അവിടേക്ക് എത്തുന്നു, കിട്ടാവുന്ന തെളിവുകൾ ശേഖരിച്ചു മടങ്ങുന്നു. അതിനപ്പുറത്തേക്ക് മറ്റു തുടർ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് ഇത് ഇത്തരത്തിൽ വീണ്ടും ആവർത്തിക്കപ്പെടുന്നത്. ഈ കഴിഞ്ഞ 3 ആഴ്ചയ്ക്കുള്ളിൽ മാത്രം 5-ലധികം സംഭവങ്ങളാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. 5-ലധികം ആളുകൾ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ട്. ഈ 24 മണിക്കൂറിനിടെയാണ് 2 പേർക്ക് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിനിടയിൽ തന്നെ രാജ്യം ഇതുമായി ബന്ധപ്പെട്ട ചില ആശങ്കകൾ പങ്കുവയ്ക്കുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ എന്നിട്ടും ഈ കാര്യങ്ങൾ ആവർത്തിക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആളുകളെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് സർക്കാരുമായി ബന്ധപ്പെട്ട ബംഗ്ലാദേശിൽ നിൽക്കുന്ന അസ്ഥിരത തന്നെയാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഇടക്കാല സർക്കാർ അവിടെ ഭരിക്കുന്നു. പക്ഷേ ഇപ്പോഴും അവർ കൃത്യമായ കാര്യങ്ങൾ നിയന്ത്രണത്തിലേക്ക് എത്തിയിട്ട് നമ്മൾ IPL കാര്യത്തിലടക്കം കണ്ടതാണ്. വൈകാരികമായ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്ന തരത്തിലേക്ക് മാത്രമാണ് പലപ്പോഴും ബംഗ്ലാദേശിന്റെ കാര്യത്തിൽ കാര്യങ്ങൾ ഉണ്ടാകുന്നത്. അത് ഹിന്ദുക്കൾക്കെതിരായി മാത്രമല്ല ക്രൈസ്തവർക്കെതിരായി കൂടി വലിയ തരത്തിൽ ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ കാര്യത്തിൽ വലിയ ഇടപെടൽ നടത്താൻ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട്. കൃത്യമായി ഇതിലുള്ള ആശങ്ക മാത്രമല്ല അതിലുള്ള അതൃപ്തി കൂടി അറിയിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മറ്റ് നടപടികൾ വളരെ ശക്തമായി തന്നെ വേണമെന്നൊരു ആവശ്യം ഇപ്പോൾ മുന്നോട്ട് വെക്കും. 2 സ്ഥലങ്ങളിലാണ് ആക്രമണം നടത്തുന്നത്. ഒന്ന്, ഒരു കച്ചവടക്കാരനാണ് കൊല്ലപ്പെട്ടതെന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ചിലയിടത്ത് മൂർച്ചയേറിയ ആയുധങ്ങളുമായി ആക്രമി സംഘം എത്തുകയാണെങ്കിൽ മറ്റു ചിലയിടത്ത് തോക്കുകൾ ഉപയോഗിച്ചുള്ള ആക്രമണം വളരെ പെട്ടെന്ന് കടന്നു ചെന്ന് വെടിയുതിർക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. പക്ഷേ പോലീസ് വളരെ പെട്ടെന്ന് അവിടേക്ക് എത്തുന്നുണ്ട്. പക്ഷേ ഇവരെ ആരെയും കസ്റ്റഡിയിൽ എടുക്കാൻ തുടർ നടപടികൾ ഉണ്ടാകാത്ത സാഹചര്യങ്ങൾ പല കേസുകളിലും ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും അതിശക്തമായ വിമർശനവും ആശങ്കയും രാജ്യം പങ്കുവെക്കുന്നുണ്ട്. കൃത്യമായ നടപടി ഉണ്ടാകണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നു. അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള നീക്കങ്ങൾ നടത്തും എന്ന നിർദ്ദേശം കൂടി ഇപ്പോൾ, അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് കൂടി ഇന്ത്യയുടെ ഭാഗത്ത് നൽകിയിട്ടുണ്ട്. ലിജി,
ശരി, എന്നാലും ബംഗ്ലാദേശ് വീണ്ടും അശാന്തമായി തുടരുന്നു. 24 മണിക്കൂറിനിടെ 2 ഹിന്ദു യുവാക്കൾ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. എന്തായാലും സ്ഥിതി ഇപ്പോഴും പഴയതുപോലെ തന്നെയാണെന്ന് മനസ്സിലാക്കേണ്ടത്. കെ പ്രശാന്തായിരുന്നു വിവരങ്ങൾ നൽകിയത്. സീറോ മലബാർ സഭയുടെ 34ാമത് മെത്രാൻ സിനഡിന്റെ 1ാം സമ്മേളനം ഇന്ന് ആസ്ഥാന കാര്യാലയമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ ആരംഭിക്കും. സിനഡ് സെക്രട്ടറി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനി നയിക്കുന്ന ധ്യാന ചിന്തകളോടെ സമ്മേളനം ആരംഭിക്കും. നാളെ രാവിലെ 9-ന് മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 10-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന സിനഡിൽ ഏകീകൃത കുർബാന സംബന്ധിച്ച വിഷയവും മറ്റു ആനുകാലിക രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങളും ചർച്ചയാകും. കൂടുതൽ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും പ്രശാന്ത് ജോസഫ് ചേരുകയാണ്. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. ഈ സഭയ്ക്കുള്ളിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഈ സിനഡിൽ ചർച്ചയാകുമെന്ന് പറയുമ്പോഴും ആനുകാലിക രാഷ്ട്രീയ വിഷയങ്ങളും ഈ സിനഡിൻ്റെ പ്രധാനപ്പെട്ട ഒരു അജണ്ടയായി മാറുകയാണ്. അതായത് ഈ 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഭയുടെ നിലപാട്, രാഷ്ട്രീയ നിലപാട് എന്താണ് എന്ന് രൂപീകരിക്കുന്ന ചില ചർച്ചകൾ ഉണ്ടാകുമെന്നാണോ പ്രതീക്ഷിക്കേണ്ടത്? ഗുഡ് മോർണിംഗ് ലിജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 34ാമത് മെത്രാൻ സിനഡിൻ്റെ പ്രഥമ സമ്മേളനമാണ് ഇന്ന് ഈ കൊച്ചി കാക്കനാട് മൗണ്ട് സെൻറ് തോമസിൽ ആരംഭിക്കുന്നത്. ലിജിൻ സൂചിപ്പിച്ചതുപോലെ ഇത് മറ്റ് ആനുകാലിക രാഷ്ട്രീയ സംഭവങ്ങളൊക്കെ വലിയൊരു അജണ്ട അല്ലെങ്കിൽ പോലും ഈ ചർച്ചയുടെ ഭാഗമായി ഇത്തരം വിഷയങ്ങളും ഉയർന്നു വരുമെന്ന് തന്നെ നാം കരുതേണ്ടിയിരിക്കുന്നു. ഏതായാലും പ്രധാനമായും ഈ സിനഡിൽ ചർച്ച ചെയ്യപ്പെടുക സഭയിലെ തന്നെ ചില തർക്കങ്ങളാണ്. പ്രധാനമായും കുർബാനയുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ, ജനാഭിമുഖ കുർബാനയും അതേപോലെ തന്നെ അൾത്താര അഭിമുഖ കുർബാനയും ഒക്കെ സംബന്ധിച്ച് തർക്കങ്ങൾ വലിയ തോതിൽ നിലനിൽക്കുകയാണ്. ഏകീകൃത കുർബാന നടപ്പിലാക്കണമെന്ന വത്തിക്കാന്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശം ഇനിയും നടപ്പാക്കപ്പെട്ടിട്ടില്ല. ഇത് സംബന്ധിച്ചുള്ള തർക്കങ്ങൾ ഏറെക്കാലമായി നിലനിൽക്കുകയാണ്. പ്രതിഷേധങ്ങളും തർക്കങ്ങളും ഒക്കെ നിലനിൽക്കുമ്പോൾ ഈ കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിന്റെ ചടങ്ങുകൾ, തിരുപ്പിറവിയുടെ ചടങ്ങുകൾ കത്തീഡ്രലിൽ നടത്തുവാൻ പോലും കഴിയാത്ത സാഹചര്യമുണ്ടായി. അതുപോലെ തന്നെ മുമ്പ് വൈദികരുടെ പട്ടം നൽകുന്ന ചടങ്ങ് പോലും കത്തീഡ്രൽ പള്ളിയിൽ വെച്ച് നടത്താൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടായി. ഇത്തരം വിഷയങ്ങളൊക്കെ സീറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടുണ്ടാക്കിയ വിഷയങ്ങളാണ്. ഇപ്പോഴും തർക്കങ്ങൾ തുടരുകയാണ്. അതേസമയം വത്തിക്കാനിൽ ഈ അടുത്ത കാലത്ത് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും അതേപോലെ മാർ ജോസഫ് പാംബ്ലാനിയും സന്ദർശനം നടത്തിയപ്പോൾ വത്തിക്കാൻ കർശന നിർദ്ദേശം നൽകിയിരുന്നു ഈ തർക്കങ്ങൾ ഉടൻ അവസാനിപ്പിക്കണമെന്ന്. ഇവർ ഓഗസ്റ്റ് മാസം വരെ നിലവിലെ സ്ഥിതി തുടരുന്നതിന് അല്ലെങ്കിൽ സമവായം തുടരുന്നതിന് സാവകാശം തേടിയിരുന്നെങ്കിലും വത്തിക്കാൻ അതൊന്നും ആ ആവശ്യമൊന്നും അംഗീകരിച്ചിരുന്നില്ല. എത്രയും വേഗം ഈ പ്രശ്നത്തിൽ പരിഹാരം കാണണമെന്ന കർശന നിർദ്ദേശമാണ് നൽകിയിരുന്നത്. അതുകൊണ്ട് ഈ ഒരു വിഷയം തന്നെ ഈ സിനഡിൽ പ്രധാന ഒരു ചർച്ചാ വിഷയമായി മാറും. ഏതായാലും ഈ ക്രിസ്മസ് ദിനത്തിലെ ചടങ്ങുകൾ പോലും കത്തീഡ്രലിൽ നടത്താൻ കഴിയാതെ പോയ ഒരു സാഹചര്യമൊക്കെ സഭയ്ക്ക് വലിയൊരു നാണക്കേടുണ്ടാക്കി. ഇത്തരം സാഹചര്യത്തിൽ ഈ വിഷയം പരിഹരിക്കുന്നതിനായി പുതിയ 3 മെത്രാന്മാരെ കണ്ടെത്തുക എന്നുള്ള ഒരു ലക്ഷ്യം ഇപ്പോൾ ഈ സിനഡിന്റെ മുന്നിലുണ്ട്. ഇതിനായി കൽദായി വിഭാഗത്തിന് ഈ സിനഡിൽ വലിയ മുൻതൂക്കമുണ്ട്. അപ്പോൾ കൽദായി വിഭാഗത്തിൽ നിന്നും 3 പേരെ തിരഞ്ഞെടുക്കാനാണ് സാധ്യത. അതേസമയം വിമത വൈദികരും തങ്ങളിൽ നിന്ന് 3 മെത്രാന്മാരെ തിരഞ്ഞെടുക്കണമെന്ന ആവശ്യവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അവരൊരു പട്ടിക സമർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ വത്തിക്കാനിൽ നിന്നും പ്രധാനമായും പരിഗണിക്കപ്പെടുക ഈ കൽദായി വിഭാഗം മുന്നോട്ട് വെച്ചിരിക്കുന്ന പട്ടികയിൽ നിന്ന് തന്നെ 3 മെത്രാന്മാരെ കണ്ടെത്താനായിരിക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. ഏതായാലും ഇത്തരം വിഷയങ്ങൾ വലിയ ഒരു ചർച്ച തന്നെ ഈ സിനഡിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ സഭയുടെ ആഭ്യന്തര വിഷയങ്ങൾ തന്നെയാവും പ്രധാനമായും ഇതിൽ അജണ്ടകളായി മാറുക. എന്നാൽ അതോടൊപ്പം തന്നെ ലിജിൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. വടക്കേന്ത്യയിലെ അടക്കം ക്രൈസ്തവർക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ, ഇത്തരം വിഷയങ്ങളൊക്കെ ഒരുപക്ഷെ ഇതിൽ ചർച്ചയായേക്കും. ഏതായാലും സഭയെ സംബന്ധിച്ചിടത്തോളം ഏതായാലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണയ്ക്കുകയോ വിമർശിക്കുകയോ ചെയ്യുന്ന ഒരു നിലപാടില്ല. എന്നാൽ സർക്കാരുകളുടെ നടപടികളെ വിമർശിക്കുകയോ പിന്തുണയ്ക്കുകയോ ഒക്കെ ചെയ്യുന്ന നടപടികളാണ് ഉണ്ടാവുക. ഏതായാലും ഈ പറഞ്ഞ ഏതാനും മാസങ്ങൾക്കുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ ഈ സഭ ഉയർത്തുന്ന വിമർശനങ്ങൾ, പ്രത്യേകിച്ച് അധ്യാപക നിയമനം അടക്കമുള്ള വിഷയങ്ങളിൽ സഭയുടെ ഭാഗത്തുനിന്നും വിമർശനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ വടക്കേന്ത്യയിൽ വിവിധ ഇടങ്ങളിൽ ഈ അടുത്ത നാളുകളിൽ മിഷണറിമാർക്കും സന്യസ്തർക്കും വൈദികർക്കുമൊക്കെ നേരെ ഉണ്ടായ അതിക്രമങ്ങളുമൊക്കെ ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. ഇതിനൊക്കെ ഇടയ്ക്ക് നമുക്ക് കാണേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. വത്തിക്കാനിൽ കർദിനാൾമാരുടെ ഒരു അസാധാരണ കൺസിസ്റ്ററി നടക്കുകയാണ്. ഇതിൽ പുതിയ കർദിനാൾമാരുടെ പട്ടിക പുറത്തിറക്കും. ഇതിൽ മാർ റാഫേൽ തട്ടിൽ, ഇപ്പോൾ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായിട്ടുള്ള മാർ റാഫേൽ തട്ടിൽ കർദിനാളായി പരിഗണിക്കപ്പെടുമോ എന്നുള്ള ഒരു കാര്യവും കൂടെ ഉറ്റുനോക്കുന്നുണ്ട്. ഏതായാലും ഇന്ന് തുടങ്ങുന്ന ഈ മെത്രാന്മാരുടെ സിനഡ് 10-ാം തീയതി വരെ നീണ്ടു നിൽക്കും. 10-ാം തീയതിയാണ് സിനഡ് സമാപിക്കുക. അതിനിടെ ഇത്തരം നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുമെന്ന് തന്നെയാണ് കരുതേണ്ടത് ലിജിൻ.
ശരി, എന്നാലും സീറോ മലബാർ സഭയുടെ സിനഡ് സമ്മേളനം ഇന്ന് ആരംഭിക്കുകയാണ്. ഏറ്റവും പ്രധാനമായും കുർബാന തർക്ക പരിഹാരം അടക്കമുള്ള വിഷയങ്ങളാണ് പ്രധാന അജണ്ട എന്ന് പറയുമ്പോഴും നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യം, അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലൊക്കെ എന്ത് നിലപാടാണ് സഭ സ്വീകരിക്കേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളിലും ഒരു അഭിപ്രായ രൂപീകരണം ഒരുപക്ഷെ ഇന്നത്തെ സിനഡിൽ ഉണ്ടായേക്കും. 10-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന സിനഡാണ്. പ്രശാന്ത് ജോസഫാണ് വിവരങ്ങൾ നൽകിയത്. അമേരിക്കൻ സൈന്യം പിടികൂടിയ വെനസ്വലൻ പ്രസിഡന്റ് നിക്കോളസ് മദൂറോയെയും ഭാര്യ സിലിയ ഫ്ലോറൻസിനെയും കോടതിയിൽ ഹാജരാക്കി. തനിക്കെതിരെ ചുമത്തിയ കുറ്റങ്ങളെല്ലാം മദൂറോ നിഷേധിച്ചു. നിരപരാധിയാണെന്നും തന്റെ രാജ്യത്തിന്റെ പ്രസിഡന്റാണെന്നും മദൂറോ കോടതിയിൽ പറഞ്ഞു. കേസ് ഇനി മാർച്ച് 17-ന് വീണ്ടും പരിഗണിക്കും. ബ്രൂക്ലിൻ ജയിലിൽ നിന്ന് ജയിൽ വസ്ത്രം ധരിപ്പിച്ചാണ് കൈകളിൽ വിലങ്ങ് വെച്ച് മദൂറോയെയും ഭാര്യ സിലിയ ഫ്ലോറസിനെയും ന്യൂയോർക്കിലെ മാൻഹാറ്റൻ കോടതിയിൽ ഹാജരാക്കിയത്. മദൂറോയ്ക്കും ഭാര്യയ്ക്കും വേണ്ടി അഭിഭാഷകനായ ബാരി പൊളാക്ക് കോടതിയിൽ ഹാജരായി. പരിഭാഷകന്റെ സഹായത്തോടെ സംസാരിച്ച മദൂറോ താൻ നിരപരാധിയാണെന്നും മാന്യനായ ഒരു മനുഷ്യനാണെന്നും ഇപ്പോഴും തന്റെ രാജ്യത്തിന്റെ പ്രസിഡന്റാണെന്നും കോടതിയിൽ പറഞ്ഞു. ഭാര്യ സിലിയയും കുറ്റം നിഷേധിച്ചു. മദൂറോയുടെ അറസ്റ്റിനെതിരെ ശക്തമായ നിയമപോരാട്ടം നടത്തുമെന്ന് അഭിഭാഷകൻ പറഞ്ഞു. അറസ്റ്റിനിടെ സിലിയ ഫ്ലോറസിന് പരിക്കേറ്റതായും അവർക്ക് വിദഗ്ധ ചികിത്സ നൽകണമെന്നും കോടതിയിൽ ആവശ്യപ്പെട്ടു. 2020 രജിസ്റ്റർ ചെയ്ത ലഹരിക്കടത്തു കേസിലാണ് ഇരുവരും വിചാരണ നേരിടുന്നത്. നാർക്കോ ടെററിസം, മാരകായുധങ്ങളും മെഷീൻ ഗണ്ണുകളും നിയമവിരുദ്ധമായി കൈവശം വെച്ചു, അമേരിക്കയിലേക്ക് വൻതോതിൽ മയക്കുമരുന്നു കടത്താൻ ഗൂഢാലോചന നടത്തി തുടങ്ങിയ കുറ്റങ്ങളാണ് മദൂറോയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. മദൂറോയ്ക്ക് അനുകൂലമായും പ്രതികൂലമായും മുദ്രാവാക്യം വിളികളോടെ നിരവധി പേരാണ് കോടതി പരിസരത്തേക്ക് എത്തിയത്. വെനിസ്വേലയിൽ മദൂറോയുടെ വിശ്വസ്തയും വൈസ് പ്രസിഡന്റുമായ ഡെൽസി റോഡ്രിഗോസ് താൽക്കാലിക പ്രസിഡന്റായി ചുമതലയേറ്റ് മദൂറോയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചെങ്കിലും അമേരിക്കൻ നടപടിക്കെതിരെ കടുത്ത വെല്ലുവിളികൾ ഉയർത്താൻ അവർ തയ്യാറായില്ല. വെനിസ്വേലയിൽ ക്രമസമാധാനം നിലനിർത്താൻ റോഡ്രിഗസിന് കഴിയുമെന്നാണ് US രഹസ്യാന്വേഷണ ഏജൻസികളുടെ വിലയിരുത്തൽ. ശനിയാഴ്ച പുലർച്ചെയാണ് വെനിസ്വേലൻ തലസ്ഥാനമായ കാരക്കാസിൽ നിന്ന് മദൂറോയെയും ഭാര്യയെയും US സൈന്യം പിടികൂടിയത്. ആദ്യം ഹെലികോപ്റ്ററിൽ കരീബിയൻ കടലിലെ അജ്ഞാതമായ സ്ഥലത്തുണ്ടായിരുന്ന വിമാനവാഹിനി കപ്പലിലേക്ക് മാറ്റി. പിന്നീട് ഗ്വാണ്ടനാമോയിലെ US നാവിക കേന്ദ്രത്തിലെത്തിച്ചു. പിന്നീട് വിമാനത്തിൽ ന്യൂയോർക്കിൽ എത്തിച്ച ശേഷം ബ്രൂക്ലിനിലെ മെട്രോപൊളിറ്റൻ തടവുപാളയത്തിൽ പാർപ്പിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് അമൃത TV. Sharanamritam powered by Dhanalakshmi Bank, banking on relationships forever. Swamiye Sharanayappa. ശബരിമലയിൽ ഇന്നും വൻ ഭക്തജന തിരക്ക്. മകരവിളക്ക് സീസൺ ആരംഭിച്ചതോടെ അയ്യപ്പ സന്നിധിയിലേക്ക് ഭക്തജന പ്രവാഹമാണ്. ഏറെ നേരം ക്യൂ നിന്ന ശേഷമാണ് ഭക്തർക്ക് അയ്യപ്പ ദർശനം സാധ്യമാവുന്നത്. കഴിഞ്ഞ ദിവസം 90,000-ന് മുകളിൽ തീർത്ഥാടകർ ശബരിമലയിൽ എത്തിയിരുന്നു. വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്നും സുധീഷ് ചേരുകയാണ്. സുധീഷ്, ഗുഡ് മോർണിംഗ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ കാണുന്നത് പോലെ ഇപ്പോഴും വലിയ തിരക്ക് ശബരിമലയിൽ സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. എന്തായാലും ആ ക്രമീകരണങ്ങളൊക്കെ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് വരും മണിക്കൂറുകളിലും ദിവസങ്ങളിലും ഈ തിരക്ക് കൂടാൻ തന്നെയല്ലേ സാധ്യത? തീർച്ചയായും ലിജിൻ, മകരവിളക്കിനോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ ശബരിമലയിൽ ആരംഭിച്ചിട്ടുണ്ട്. മകരവിളക്കുമായി ബന്ധപ്പെട്ടുള്ള ഈ തീർത്ഥാടന സമയത്ത് കൂടുതൽ ഭക്തർ ശബരിമലയിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. മണ്ഡലവിളക്ക് മഹോത്സവം സമാപനം ആയപ്പോൾ തന്നെ 1,00,000 അടുപ്പിച്ച് തീർത്ഥാടകർ ശബരിമലയിലേക്ക് എത്തിയിരുന്നു. ആ ഒരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ ഈ മകരവിളക്ക് മഹോത്സവ സീസൺ കാലത്ത് നമുക്ക് ശബരിമലയിൽ കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം 1,05,680 തീർത്ഥാടകർ ശബരിമലയിലേക്ക് ദർശനം നടത്തി. അതിന് മുൻപ് ദിവസങ്ങളിലൊക്കെ തന്നെ 90,000-ന് മുകളിലായിരുന്നു അയ്യപ്പന്മാരുടെ ശബരിമലയിലേക്ക് എത്തുന്ന ഒരു കണക്കുകളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് പറയാൻ കഴിയുന്നത്. ഏതായാലും ഈ ദിവസങ്ങളിലൊക്കെ അനുഭവപ്പെടുന്ന ഒരു തിരക്ക് അത് നിയന്ത്രിക്കുന്നതിനായി പലവിധത്തിലുള്ള ക്യൂ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഈ തിരക്ക് നിയന്ത്രിക്കാൻ ഇപ്പോൾ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. ഏതായാലും സന്നിധാനത്ത് വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നത് ഏറെ ഒരു ബുദ്ധിമുട്ട്. അതായത് ഇവിടെ എത്തുന്ന അയ്യപ്പന്മാർക്ക് അവരുടെ ചടങ്ങുകൾ പൂർത്തിയാക്കിയതിനു ശേഷം അവർ ദർശനത്തിനു ശേഷം മടങ്ങാതെ ഈ സന്നിധിയിൽ അവർ അല്പനേരം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നു. അത്തരത്തിൽ സന്നിധാനത്ത് ചിലവഴിക്കുന്നത് കൊണ്ട് സന്നിധാനത്തും പരിസരത്തും അയ്യപ്പന്മാരുടെ ഒരു തിരക്ക് അത് കൂടുതലാണ്. വകുപ്പുകളും മറ്റു ഉദ്യോഗസ്ഥരും പോലീസും ഒക്കെ തന്നെ ഇക്കാര്യങ്ങളിൽ അവർക്ക് വേണ്ടപ്പെട്ട നിർദ്ദേശം നൽകുന്നുണ്ട്. കാര്യം തീർത്ഥാടനമാണ്, അതുകൊണ്ട് തന്നെ കൂടുതൽ അയ്യപ്പന്മാർ എത്താൻ സാധ്യതയുണ്ട്. അത് ഈ പമ്പയിൽ അതുകൊണ്ട് തന്നെ തങ്ങുന്ന അയ്യപ്പന്മാർ ഈ ദർശനത്തിന് ശേഷം ഇവിടെ നിന്ന് മടങ്ങണം എന്നൊരു നിർദ്ദേശം ഇവർക്കായി നൽകുന്നുണ്ടെങ്കിൽ പോലും അന്യസംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന അയ്യപ്പന്മാർ കൂടുതലായ ഒരു സമയത്ത് അവർ ഈ ഒരു അവരുടെ ദർശനം പൂർത്തിയാക്കിയതിനു ശേഷം അയ്യപ്പ സന്നിധിയിൽ അല്പനേരം ചിലവഴിച്ച് മടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ്. അത്തരത്തിലുള്ള ഒരു തിരക്ക്
തിരക്ക് അതിപ്പോഴും തന്നെ തുടരുന്നു. ഏതായാലും പമ്പയിലും സന്നിധാനത്തും ഇതിനാവശ്യമായ ക്രമീകരണങ്ങൾ, ക്യൂ ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മരക്കൂട്ടത്തും ശരംകുത്തിയിലുമൊക്കെ ഇത്തരത്തിൽ നിയന്ത്രിച്ചുകൊണ്ടാണ് അയ്യപ്പന്മാരെ ഇവിടെ കടത്തിവിടുന്നത്. പമ്പയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിയന്ത്രിച്ചു വിടുന്ന അയ്യപ്പന്മാർ സന്നിധാനത്തെ അയ്യപ്പന്മാരുടെ എണ്ണത്തിലെ കുറവിനനുസരിച്ചാണ് പമ്പയിൽ നിന്നും ഇപ്പോൾ ഈ ശബരീശ സന്നിധിയിലേക്ക് ഭക്തന്മാരെ മല ചവിട്ടാൻ അനുവദിക്കുന്നത്. ഈ സന്നിധാനത്തേക്ക് എത്തുമ്പോൾ ഇവിടെ നടപ്പന്തലിൽ ക്യൂ നിന്നതിനു ശേഷം അവർക്ക് 18-ാം പടി ചവിട്ടി അയ്യപ്പ സന്നിധിയിലേക്ക് എത്തുമ്പോൾ ഈ ഫ്ലൈ ഓവറിൽ അല്പസമയം കാത്തു നിൽക്കേണ്ടി വരുന്നു എന്നുള്ളതും അയ്യപ്പന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറെ ഒരു വിഷമം ഉണ്ടാക്കുന്നൊരു സാഹചര്യമാണ്. എങ്കിൽ പോലും ശബരീശ സന്നിധിയിലെത്തി അയ്യപ്പ ദർശനം സാധ്യമാകുന്നതോടുകൂടി അവർക്ക് അവരുടെ ആ ഒരു വിഷമഘട്ടങ്ങളെല്ലാം അവർ അതിജീവിച്ച് ഈ ഒരു മണ്ഡല മകരവിളക്ക് സീസൺ അയ്യപ്പ ദർശനം പൂർത്തിയാക്കി അവർ മടങ്ങുന്ന അവരുടെ ഒരു ആത്മവിശ്വാസവും നമുക്ക് ഈ ദർശന സമയങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും ശബരിമലയിലും നല്ല രീതിയിലുള്ള ഒരു തിരക്ക് അതിപ്പോഴും തുടരുന്നു. മകരവിളക്ക് മഹോത്സവത്തിനായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ഇപ്പോൾ ശബരിമലയിൽ അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട മകരജ്യോതി ദർശിക്കുന്ന സ്ഥലങ്ങളിൽ, അയ്യപ്പന്മാർ തമ്പടിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളൊക്കെ നടത്തിയിരുന്നു. അവർ അവിടെ അതിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉൾപ്പെടെയുള്ളവ വിലയിരുത്തി. കഴിഞ്ഞ ദിവസം KSRTC ഇതുമായി ബന്ധപ്പെട്ടുള്ള സർവീസ് നടത്തുന്ന കാര്യങ്ങളിലൊക്കെ ഒരു അവലോകന യോഗം ചേർന്നിരുന്നു. ഒപ്പം തന്നെ ഈ ഒരു മകരവിളക്ക് സീസൺ ആകുമ്പോൾ ഈ ഒരു ശബരീശ സന്നിധിയിൽ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ വിലയിരുത്തേണ്ടതുണ്ട്. അക്കാര്യങ്ങളിലും കൃത്യമായ ഒരു അവലോകന യോഗം കഴിഞ്ഞ ദിവസം ചേർന്നിട്ടുണ്ട്. ഏതായാലും ശബരീശ സന്നിധിയിൽ ഇപ്പോൾ അയ്യപ്പന്മാരുടെ വലിയ രീതിയിലുള്ളൊരു തിരക്കാണ് ഉള്ളത്. ഈ തിരക്കുണ്ടെങ്കിൽ പോലും അയ്യപ്പ ദർശനം വളരെ ശാന്തമായി നടത്തി മടങ്ങാൻ കഴിയുന്ന ഒരു സന്തോഷത്തിലാണ് തീർത്ഥാടകർ. ശരി, എന്തായാലും സന്നിധാനത്ത് ഇപ്പോഴും തിരക്ക് തുടരുകയാണ്. പക്ഷേ വളരെ നല്ല രീതിയിലുള്ള ക്രമീകരണങ്ങൾ അവിടെയുണ്ട്. ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് എങ്കിൽ പോലും വളരെ സന്തോഷത്തോടെ അയ്യപ്പന്മാർ അയ്യപ്പ ദർശനം നടത്തി മടങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. സുധീഷായിരുന്നു വിവരങ്ങൾ നൽകിയത്. അതേസമയം ശബരിമല സന്നിധാനത്ത് ജോലിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ മരിച്ചു. മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ KK ജയനാണ് മരിച്ചത്. സന്നിധാനം വടക്കേനട ഭാഗത്ത് ജോലി നോക്കി വന്നിരുന്ന ഇദ്ദേഹത്തെ ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് സന്നിധാനം ആശുപത്രിയിൽ എത്തിച്ചു. തുടർന്ന് പമ്പ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രാത്രി 1 മണിയോടെ മരണം സംഭവിക്കുകയായിരുന്നു. കോതമംഗലം കുട്ടമ്പുഴ സ്വദേശിയാണ് ഇദ്ദേഹം. സംസ്ഥാനത്ത് കുതിച്ചുയർന്ന് കോഴി ഇറച്ചി വില. കോഴിക്കോട് 1 കിലോ ബ്രോയിലറിന് 250 മുതൽ 280 രൂപ വരെയാണ് വില. ഇതോടെ വ്യാപാരികളും ഉപഭോക്താക്കളും പ്രതിസന്ധിയിലാവുകയാണ്. തമിഴ്നാട് ലോബിയുടെ നിയന്ത്രണത്തിലുള്ള വൻകിട ഫാം ഉടമകൾ കൃത്രിമക്ഷാമം സൃഷ്ടിച്ച് വില കുത്തനെ ഉയർത്തുന്നു എന്നാണ് വ്യാപാരികൾ ആരോപിക്കുന്നത്. ക്രിസ്മസും ന്യൂഇയറും കഴിഞ്ഞ് ദിവസങ്ങൾ പിന്നിടുമ്പോഴും കോഴിയിറച്ചി വില കുതിച്ചുയരുകയാണ്. ക്രിസ്മസ് കാലത്ത് 150 രൂപയായിരുന്ന കോഴിയിറച്ചി വിലയാണിപ്പോൾ കുതിച്ചുയർന്ന് 250 നിൽക്കുന്നത്. കോഴിക്കോട് 1 കിലോ ബ്രോയിലർ കോഴിയിറച്ചിക്ക് 250 മുതൽ 280 വരെയും ലഗോണിന് 200 രൂപയുമാണ് വില. നാടൻ കോഴിക്ക് 350 മുതൽ 450 രൂപ വരെയും വിലയുണ്ട്. വില വർദ്ധിച്ചതോടെ ചിക്കൻ കൂട്ടി ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹത്തിന് മലയാളികൾ ഒരു ഇടവേള നൽകേണ്ട അവസ്ഥയാണ്. സാധാരണക്കാരന് വാങ്ങാനോ എത്തിപ്പിടിക്കാനോ പറ്റാത്ത വിധത്തിലാണ് ഇതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊരു നിയന്ത്രണവും ഇല്ല. ഏതാണെന്നൊന്നും അറിയില്ല. അപ്പോൾ ന്യൂ ഇയർ അവിടുന്ന് ഇങ്ങോട്ട് ഓരോ ദിവസം കൂടി വരാണ്. 200 വാങ്ങണവൻ 100 വാങ്ങി പോണ്. സാധാരണക്കാരന് വാങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് തന്നെ അത് പോണത്. തമിഴ്നാട് ലോബിയുടെ നിയന്ത്രണത്തിലുള്ള വൻകിട ഫാമുകൾ കൃത്രിമക്ഷാമം സൃഷ്ടിച്ച് വില കുത്തനെ ഉയർത്തുകയാണെന്നാണ് വ്യാപാരികളുടെ ആരോപണം. വരും ദിവസങ്ങളിലും വില വർദ്ധിക്കാൻ തന്നെയാണ് സാധ്യത. വിലക്കയറ്റം വ്യാപാരികളെയും ഉപഭോക്താക്കളെയും പ്രതിസന്ധിയിലാക്കുമ്പോൾ സർക്കാർ ഇടപെടണമെന്നാണ് ഇവരുടെ ആവശ്യം. ഇല്ലെങ്കിൽ സമരത്തിലേക്ക് കടക്കേണ്ട അവസ്ഥയാണെന്നും വ്യാപാരികൾ പറയുന്നു. അമൃത ന്യൂസ്, കോഴിക്കോട്. കൊച്ചി നഗരത്തിലെ ശുചീകരണ തൊഴിലാളികളുടെ ജീവിത പോരാട്ടങ്ങൾ ആസ്പദമാക്കി നിർമ്മിച്ച അൺസങ് ഹാൻഡ്സ് എന്ന ഡോക്യുമെന്ററി പ്രകാശനം ചെയ്തു. തേവര SH കോളേജിലെ അവസാന വർഷ BA ജേർണലിസം വിദ്യാർത്ഥി ശ്രീഹരി രാജേഷാണ് ഈ ഡോക്യുമെന്ററിയുടെ സംവിധായകൻ. നിസ്വാർത്ഥ സേവകരായ ശുചീകരണ തൊഴിലാളികളുടെ ദൈനംദിന ജീവിതവും അവർക്ക് നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് 14 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ ഡോക്യുമെന്ററി. ഞങ്ങൾ ഈ കൊച്ചിന് ഒരാൾ മാത്രമേ ഉള്ളൂ. പുള്ളീനെ ഒറ്റയ്ക്ക് ഇട്ടിട്ടാണ് ഞങ്ങൾ ഈ 12-1 മണിയാകുമ്പോൾ വേസ്റ്റ് എടുക്കാൻ തുടങ്ങുന്നത്.
മുരുകനും സുനിതയും ദമ്പതികളാണ്. നഗരത്തിലെ ശുചീകരണ തൊഴിലാളികളാണ് ഇവർ. പുലർച്ചെ 1 മണി മുതൽ തുടങ്ങും ജോലി. ഓരോ വീടുകൾക്ക് മുന്നിൽ നിന്നും ബക്കറ്റിൽ മാറ്റിവെച്ചിരിക്കുന്ന മാലിന്യം ഉന്തുവണ്ടിയുമായി വന്ന് ശേഖരിക്കും. 18 വർഷമായി ഈ ജോലി തുടങ്ങിയിട്ട്. അതിനിടെ സുനിതയ്ക്ക് പക്ഷാഘാതം സംഭവിച്ചു. എന്നിട്ടും തളർന്നില്ല. ഏകമകളുടെ ഭാവിയെ കരുതി വെല്ലുവിളികൾ നിറഞ്ഞ ഈ ജോലി തുടരുകയാണ്. ദുർഗന്ധം അടയാളപ്പെടുത്തിയ നഗരത്തെ ശുചിത്വത്തോടെ പരിപാലിക്കുന്ന നൂറുകണക്കിന് ആളുകളുണ്ട് ഇവരെ പോലെ. അവരുടെയെല്ലാം ജീവിതം അടയാളപ്പെടുത്തുന്നതാണ് ഹൺസങ് ഹാൻഡ്സ്. കുട്ടിക്കാലം മുതൽ കണ്ടുവളർന്ന ശുചീകരണ തൊഴിലാളികളായ മുരുകന്റെയും സുനിതയുടെയും കണ്ണുകളിലൂടെയാണ് സംവിധായകനായ ശ്രീഹരി ഡോക്യുമെന്ററി അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവരാണ് നമ്മുടെ നാട് വൃത്തിയാക്കി വെക്കുന്നത്. കാര്യം ഇപ്പം നമ്മുടെ വീട്ടിൽ ഇപ്പം നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും നമ്മുടെ വേസ്റ്റ് എവിടെയാണ് പോകുന്നതെന്നുള്ളത് നമ്മളാരും അറിയുന്നില്ല. അപ്പോൾ അതിൽ ഇവർ ഇപ്പം നമ്മുടെ സൈലൻറ്റ് ഹീറോസ് എന്ന് തന്നെ പറയാം. അപ്പോൾ ഇവർ അതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇവരുടെ ജീവിതം എന്തായാലും കാണിക്കണം എന്ന് തോന്നി. അപ്പോൾ എനിക്ക് ഓർമ്മയുള്ള കാലം തൊട്ട് ഇവർ നമ്മുടെ അവിടെ വേസ്റ്റ് എടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ ലൈഫ് തന്നെ അതിലൂടെ കാണിക്കാൻ തോന്നി. നമ്മുടെ പരിസരം ശുചിയാക്കുന്ന തൊഴിലാളികളുടെ കഷ്ടതകൾ പരിഗണിക്കാതെയാണ് പലരും മാലിന്യങ്ങൾ തള്ളുന്നത്. അത്തരം ആളുകളിൽ അവബോധം സൃഷ്ടിക്കാൻ ഡോക്യുമെന്ററിക്ക് സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ശുചീകരണ തൊഴിലാളിയായ മുരുകൻ. നമ്മുടെ ജീവിതമാണല്ലോ. അപ്പം മനുഷ്യർ എന്ന് പറയാൻ എല്ലാവരും അതേപോലെ ചിന്തിക്കുക. ഒരു ജീവിതം മറ്റു വേസ്റ്റ് തൊഴിലാളികൾ ഇങ്ങനെയാണോ ജീവിതം അവർക്കിപ്പോൾ മനസ്സിലാകും. നമ്മൾ സാധാരണ എല്ലാവരും വിചാരിച്ച് വേസ്റ്റ് ഇറക്കി വെച്ചിട്ട് പിറ്റേ ശമ്പളം മേടിക്കാൻ വരുമ്പോഴാണ് കാണുന്നത്. പക്ഷേ ഇങ്ങനെ എടുക്കുന്നത് ഈ ഡോക്യുമെൻ്റോടെ കാണുമ്പോൾ അവർക്ക് അതിൻ്റെ എല്ലാ വീട്ടുകാർക്കും മനസ്സിലാകുള്ളത്. തേവര സേക്രഡ് ഹാർട്ട് കോളേജിലാണ് ഡോക്യുമെന്ററിയുടെ ആദ്യ പ്രദർശനം നടത്തിയത്. കൈവശമുള്ള ക്യാമറ ഉപയോഗിച്ച് സ്വന്തമായാണ് ശ്രീഹരി രാജേഷ് ഡോക്യുമെന്ററി ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പലപ്പോഴും സഹായത്തിനായി സഹപാഠികളും ഒത്തുചേർന്നു. ശ്രീഹരിയുടെ ഹച്ച് എന്ന ചിത്രത്തിന് 2023 സ്റ്റുഡൻസ് വേൾഡ് ഇമ്പാക്ട് ഫിലിം ഫെസ്റ്റിവലിൽ അംഗീകാരം ലഭിച്ചിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി. ഇനി പോകുന്നത് ആലപ്പുഴ ജില്ലയിലെ ഒരു കഥയിലേക്കാണ്. വർഷം തോറും ജില്ലയിലെ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾ തകർക്കുന്ന ചില വിരുന്നുകാരുണ്ട്. വിദേശികളായ അവരുടെ കടന്നുവരവിന്റെ കഥയൊന്ന് കണ്ടുവരാം. വിരുന്നെത്തിയവർ വില്ലന്മാരായി മാറിയ കഥ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? എങ്കിൽ ആ കഥയാണിത്. തെക്കേപ്പാടമെന്ന അതിമനോഹരമായ ഗ്രാമം. ക്ഷമിക്കണം, കഥ ചെറുതായൊന്ന് മാറിപ്പോയി. കടലും കായലും കരിമീനും പച്ചപ്പരവതാനി വിരിച്ച വയലേലകളും ഒക്കെയായി ഗ്രാമഭംഗി നിറഞ്ഞ കിഴക്കിൻ്റെ വെനീസ്. ആ കുട്ടനാടിൻ്റെ മണ്ണിലേക്ക് കുറച്ച് അതിഥികളെത്തി. ക്ഷണിക്കപ്പെടാത്ത അതിഥികൾ. ഇവരാണ് ഈ കഥയിലെ പ്രതിനായകർ. അതിഥികളായെത്തി ആതിഥേയർക്ക് 8ന്റെ പണി കൊടുത്ത പക്ഷിക്കൂട്ടങ്ങൾ. കുട്ടനാടിൻ്റെ പശ്ചാത്തലത്തിൽ അണിഞ്ഞൊരുങ്ങിയ പക്ഷിപ്പനിയിലെ വില്ലന്മാരാണിവർ. ജില്ലയിലെ താറാവ് കോഴി കർഷകരെ കണ്ണീരിലാഴ്ത്തിയ ഹോട്ടൽ ഉടമകളുടെ നെഞ്ചിൽ തീ കോരിയിട്ട വൈദേശിക ശക്തികൾ. ദേശാന്തരങ്ങൾ കടന്ന് ആലപ്പുഴയിലേക്കെത്തുന്ന സഞ്ചാരികൾ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഉണർവേകുമ്പോൾ ഇവരെത്തുന്നത് പക്ഷിപ്പനി എന്ന വിപത്തുമായാണ്. വർഷം തോറും ഇവിടേക്കെത്തുന്നവർ പതിവ് പോലെ ഇക്കുറിയുമെത്തി. കൊയ്ത്തു കഴിഞ്ഞ പാടശേഖരങ്ങളിൽ കൊത്തിപ്പെറുക്കിയും ജലാശയങ്ങളിൽ നീന്തിത്തുടിച്ചും വിഹരിച്ചവർ പക്ഷിപ്പനി പടർത്തിയപ്പോൾ കൊന്നുകളയേണ്ടി വന്നത് നമ്മുടെ 30,000-ഓളം പക്ഷികളെയാണ്. ഇതിലൂടെ പൊലിഞ്ഞത് ക്രിസ്മസ് ന്യൂ ഇയർ വിപണി ലക്ഷ്യമിട്ട് കൃഷിയിറക്കിയ 100 കണക്കിന് കർഷകരുടെ സ്വപ്നങ്ങളാണ്. കർഷകർക്ക് പിന്നാലെ ഹോട്ടൽ ഉടമകളും ചിക്കൻ വിഭവങ്ങൾ വിൽക്കാൻ കഴിയാതെ ദുരിതത്തിലായി. അങ്ങനെ ഒരു നാടിനെയാകെ കണ്ണീരിലാഴ്ത്തി അടുത്ത കൃഷി ഇറക്കുമ്പോൾ അവർ തിരികെ മടങ്ങും, പുതിയ ദുരിതം വിതച്ച് വീണ്ടും എത്താൻ. ഇതാണ് ആദ്യ ഭാഗം. ഈ ഭാഗത്തിന് ഒരു ടേലൻ്റ് കൂടിയുണ്ട്. കഥയിലേക്ക് വാക്സിനേഷൻ എന്ന നായകൻ്റെ കടന്നുവരവാണ് ഇനി ഉണ്ടാകേണ്ടത്. ആ ഒരു പ്രതീക്ഷയിലാണ് കഥ അവസാനിക്കുന്നത്. ആലപ്പുഴയിൽ നിന്നും ആർ ആദർശിനൊപ്പം അജയ്നാഥ്, അമൃത ന്യൂസ്. ഇന്ത്യൻ തീരസംരക്ഷണ സേനയുടെ ചരിത്രത്തിൽ സുവർണ നിമിഷം. കോസ്റ്റ് ഗാർഡ് ആദ്യമായി തദ്ദേശീയമായി നിർമ്മിച്ച മലിനീകരണ നിയന്ത്രണ കപ്പൽ സമുദ്രപ്രതാപ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കമ്മീഷൻ ചെയ്തു. പ്രതിരോധ
പ്രതിരോധ ഉൽപാദന രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന വലിയ ലക്ഷ്യത്തിലേക്കാണ് ഇന്ത്യ കുതിക്കുന്നത്. ആ യാത്രയിലെ സുപ്രധാന ചുവടുവയ്പ്പാണ് സമുദ്രപ്രതാപ്. 60% തദ്ദേശീയമായി നിർമ്മിച്ച കപ്പൽ ആത്മനിർഭർ ഭാരതിന് മുതൽക്കൂട്ടാവുന്നതിനോടൊപ്പം പരിസ്ഥിതി സംരക്ഷണത്തിൽ ഇന്ത്യക്കുള്ള പ്രതിജ്ഞാബദ്ധതയും എടുത്തുകാട്ടുന്നു. सबसे पहले मैं इंडियन कोस्ट गार्ड के सभी ऑफिसर्स और सेलर्स को हृदय से बधाई देता हूं. आप लोग जिस तरह समय, मौसम और परिस्थितियों की परवाह किए बिना हमारे कोस्ट की सुरक्षा में जुटे रहते हैं, अपने आप में मैं मानता हूं यह बेहद सराहनीय है. ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡാണ് സമുദ്രപ്രതാപ് നിർമ്മിച്ചിരിക്കുന്നത്. കോസ്റ്റ് ഗാർഡിന് വേണ്ടിയുള്ള 2 മലിനീകരണ നിയന്ത്രണ കപ്പലുകളിൽ ആദ്യത്തേതാണിത്. 22 നോട്ടിക്കൽ മൈലിൽ കൂടുതൽ വേഗത, 6000 നോട്ടിക്കൽ മൈൽ സഞ്ചരിക്കാനുള്ള കഴിവ്, ഏകദേശം 4200 ടൺ ഭാരം വഹിക്കാനുള്ള ശേഷി. തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത കൺട്രോളബിൾ പിച്ച് പ്രൊപ്പല്ലറുകളും ഗിയർ ബോക്സുകളും പ്രവർത്തിക്കുന്ന 2 7500 കിലോവാട്ട് ഡീസൽ എഞ്ചിനുകളാണ് സമുദ്രപ്രതാപിന് കരുത്ത് പകരുന്നത്. മറ്റ് നൂതന സംവിധാനങ്ങൾക്കൊപ്പം ഒരു മലിനീകരണ നിയന്ത്രണ ലബോറട്ടറിയും ഇതിലുണ്ട്. അതാണ് സമുദ്രപ്രതാപിന്റെ ഹൈലൈറ്റ്. രാജ്യത്തിന്റെ സമുദ്ര താൽപര്യങ്ങളെ സംരക്ഷിക്കുക എന്ന സുപ്രധാന ദൗത്യത്തിനൊപ്പം നമ്മുടെ സമുദ്രങ്ങൾ സുരക്ഷിതവും മലിനമുക്തവുമായി സൂക്ഷിക്കുക എന്ന ലക്ഷ്യവും ഇതിലൂടെ സാധ്യമാകും. എക്കണോമിക് സോണിലും അതിനപ്പുറവും ഉണ്ടാകുന്ന എണ്ണച്ചോർച്ച, സമുദ്ര അടിയന്തരാവസ്ഥകൾ, സുരക്ഷാ വെല്ലുവിളികൾ എന്നിവ നേരിടാനുള്ള കോസ്റ്റ് ഗാർഡിന്റെ ശേഷി ഇതിലൂടെ ഗണ്യമായി വർദ്ധിക്കും. ICGS Samudra Pratap, Majesty of the Seas, safeguarding India's maritime future. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. തിരുവനന്തപുരം നെയ്യാറ്റിൻകര അതിയന്നൂരിലെ തുഞ്ചൻ ഭക്തിപ്രസ്ഥാന പഠന കേന്ദ്രത്തിന്റെ വ്യാസമഹർഷി പുരസ്കാരം അമൃത ടെലിവിഷൻ സീനിയർ പ്രൊഡ്യൂസർ GR ശ്രീദേവിക്ക് ജനുവരി 9 ധനു ഉത്രം നക്ഷത്ര മഹോത്സവത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ വെച്ച് പുരസ്കാരം സമ്മാനിക്കും. പ്രദേശത്തെ ഭാഷാസ്നേഹികളും തുഞ്ചത്തെഴുത്തച്ഛൻ്റെ പിൻതലമുറയിൽപ്പെട്ടവരും ചേർന്ന് രൂപീകരിച്ചതാണ് തുഞ്ചൻ പ്രസ്ഥാന പഠന കേന്ദ്രം. അമൃത ടെലിവിഷനിലെ സന്ധ്യാദീപം പരിപാടിയുടെ പ്രൊഡ്യൂസറാണ് GR ശ്രീദേവി. ഇനി വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ K ദിലീപ് ചേരുകയാണ്. ദിലീപ്, ഇന്ന് ഈ ഓഹരി വിപണിയിൽ ഉണ്ടാകുന്ന മാറ്റം എന്തായിരിക്കും, എങ്ങനെയായിരിക്കും ഇന്നത്തെ വ്യാപാരം ആരംഭിക്കുക? ഇന്ന് നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. കഴിഞ്ഞ ദിവസം നേരിയ നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചെങ്കിൽ അത് ചെറുകിട നിക്ഷേപകർ ഉയർന്ന നിലവാരത്തിൽ ലാഭമെടുക്കാൻ കാണിച്ച ഒരു താല്പര്യമായിരുന്നു വിപണിയെ നഷ്ടത്തിലാക്കിയത്. അതൊന്നോ 2-3 പ്രധാനപ്പെട്ട ഓഹരികൾ, പ്രത്യേകിച്ചും റിലയൻസ്, ഇൻഫോസിസ്, HDFC ബാങ്ക് തുടങ്ങിയ പ്രധാന ഓഹരികളിലുണ്ടായിട്ടൊരു വിൽപ്പനയാണ് മുൻനിര ഓഹരി സൂചിയെ നഷ്ടത്തിലേക്ക് എത്തിച്ചത്. എന്തായാലും വരും ദിവസങ്ങളിൽ വിപണി നിക്ഷേപ താല്പര്യം തുറന്നേക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണുള്ളത്. അതിന് ഏറ്റവും പ്രേരകമായ ഘടകം ആഗോള സാഹചര്യങ്ങൾ തന്നെയാണ്. ആഗോള വിപണികളിൽ കഴിഞ്ഞ ദിവസം വലിയൊരു നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. നമ്മുടെ വിപണിയിൽ വരും ദിവസങ്ങളിലും നിക്ഷേപ താല്പര്യം തുറന്നേക്കും. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ വിൽപ്പന ഇന്നലെ നാമമാത്രമായിരുന്നു. കഴിഞ്ഞ 2 ദിവസമായി അവർ വിപണിയിലറ്റ നിക്ഷേപത്തിലുമായിരുന്നു. വരും ദിവസങ്ങളിലും അവരുടെ നിലപാടുകൾ വിപണിയുടെ മുന്നോട്ടുള്ള നീക്കത്തിൽ നിർണായകമാവുകയും ചെയ്യും. വിപണി പ്രതീക്ഷിക്കുന്ന കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ അടുത്ത ആഴ്ച മുതൽ വന്നു തുടങ്ങും. കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങളായിരിക്കും ഒരു പരിധിവരെ ഇനി വിപണിയെ മുന്നോട്ട് നയിക്കുന്ന ആഭ്യന്തര ഘടകം. മറ്റ് സാഹചര്യങ്ങളെല്ലാം അനുകൂലമായിരിക്കുന്നത് തന്നെ വരും ദിവസങ്ങളിലും വിപണി നിക്ഷേപ താല്പര്യം തുറന്നേക്കുമെന്നുള്ള പ്രതീക്ഷ നൽകുന്നതാണ്. സാങ്കേതികമായി 26,300 എന്നുള്ള നിലവാരം തന്നെയാണ് വിപണിക്ക് പ്രധാനം. ആ നിലവാരത്തിന് മുകളിൽ നിലനിന്ന വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ ഇനി മുന്നോട്ട് നീങ്ങും എന്നുള്ള പ്രതീക്ഷയുള്ളൂ. മറിച്ചാണെങ്കിൽ 26,000 എന്നുള്ള നിലവാരം നിഫ്റ്റിക്ക് അടിസ്ഥാന നിലവാരമായി പ്രവർത്തിക്കുകയും ചെയ്യും. രണ്ടാം നിര ചെറുകിട ഓഹരികളിലും നിക്ഷേപ താല്പര്യം കാണുന്നുണ്ട്. ആ ഒരു പ്രവണത തുടരുകയാണെങ്കിൽ തീർച്ചയായും അതും വിപണിയുടെ മൊത്തത്തിലുള്ള ഒരു മുന്നേറ്റത്തിന് പ്രേരകമാവുകയും ചെയ്യും. എന്തായാലും ഇന്ന് നേട്ടത്തെ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. ആണ് ഇന്ന് വിപണിയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ. ദിലീപാണ് വിവരങ്ങൾ നൽകിയത്. നിർമ്മിത ബുദ്ധി, പുതുതലമുറയുടെ മാറുന്ന താൽപ്പര്യങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കി വിദേശ വിദ്യാഭ്യാസ സേവനദാതാക്കളായ സാൽവേ മരിയ ഇന്റർനാഷണൽ പുതിയ കർമ്മ പദ്ധതികൾ പ്രഖ്യാപിച്ചു. ഓരോ വിദ്യാർത്ഥിയുടെയും കഴിവിനും ലക്ഷ്യത്തിനും അനുയോജ്യമായ അക്കാദമിക് വഴികൾ കണ്ടെത്തുകയാണ് സാൽവേ മരിയ ലക്ഷ്യമിടുന്നത് എന്ന് CEO ബോബി സെബാസ്റ്റ്യൻ പറഞ്ഞു. ഓരോ വിദ്യാർത്ഥിയെയും അവർക്ക് അനുയോജ്യമായ വിദ്യാഭ്യാസ അവസരങ്ങളിലേക്ക് എത്തിക്കുന്ന പദ്ധതിയുടെ ഭാഗമായി ഓസ്ട്രേലിയൻ എഡ്യൂക്കേഷണൽ ഫെയർ സംഘടിപ്പിക്കും. ഫെബ്രുവരി 3 കൊച്ചി റാഡിസൺ ബ്ലൂ, ഫെബ്രുവരി 4 കോട്ടയം ഹോട്ടൽ ഐഡ എന്നിവിടങ്ങളിലാണ് എഡ്യൂക്കേഷണൽ ഫെയർ നടക്കുക. 21 രാജ്യങ്ങളിലെ മികച്ച യൂണിവേഴ്സിറ്റികളിൽ പഠന അവസരം ഒരുക്കി നൽകുന്നതിനോടൊപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതിക വിദ്യയുടെ സഹായം സേവനത്തിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞതായും സാൽവേ മരിയ ഇന്റർനാഷണൽ ഭാരവാഹികൾ അറിയിച്ചു. 18 years, this is our 19th year. 19ാമത്തെ വർഷമാണ് സാൽവേ മരിയയുടെ ഈ മേഖലയിൽ. ഞങ്ങൾ കാലത്തിനനുസരിച്ച്
സത്യസന്ധമായി കാര്യങ്ങൾ കുട്ടികളോട് പറയാനായിട്ട് എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞതുപോലെ മാറ്റം ലോകത്ത് സംഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, മാറ്റം ഒരു മേഖലയിൽ സംഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളിത് പറയണം എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പം ഇപ്പോൾ 2026 വിദ്യാർത്ഥികളോട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഓൾറെഡി സാൽവേ മരിയ കുട്ടികളെ ബോധവാന്മാരാക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. മാറ്റങ്ങളുണ്ട്, മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാകണം, മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ട് നിങ്ങളെ പരുവപ്പെടുത്തണം. ഇത് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സ്റ്റഡി അബ്രോഡ് എന്ന് പറയുന്ന മേഖല ഒരു വല്ലാത്ത ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് അല്ല എന്ന് പറയുന്നവരുടെ നമ്പർ കൂടി വന്നേക്കാം. 22-ാം വയസ്സിൽ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ജൂനിയർ വിഭാഗത്തിൽ മിസ്റ്റർ വേൾഡ് പട്ടം നേടാനായതിന്റെ സന്തോഷത്തിലാണ് തിരുവനന്തപുരം പേയാട് സ്വദേശി മുഹമ്മദ് റാഷിദ്. ഡൽഹിയിൽ നടന്ന മത്സരത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ചാണ് റാഷിദ് പങ്കെടുത്തത്. അപ്രതീക്ഷിതമായിരുന്നു റാഷിദിന്റെ ഈ നേട്ടം. 22-കാരൻ മുഹമ്മദ് റാഷിദിന് പെട്ടെന്നൊരാഗ്രഹം തോന്നി. അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന ബോഡി ബിൽഡിംഗ് മത്സരത്തിൽ പങ്കെടുക്കണമെന്ന്. അങ്ങനെ ഡൽഹിക്ക് കൗതുകത്തോടെ കേരളത്തിൽ നിന്നും പുറപ്പെട്ടു. ജൂനിയർ ബോഡി ബിൽഡിംഗ് വിഭാഗത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ 4ാം സ്ഥാനം നേടിയാണ് തിരുവനന്തപുരത്തിന്റെയും കേരളത്തിന്റെയും അഭിമാനമായി മുഹമ്മദ് റാഷിദ് തിരിച്ചെത്തുന്നത്. കഴിഞ്ഞ 4 വർഷമായി ബോഡി ബിൽഡിംഗ് രംഗത്ത് സജീവ സാന്നിധ്യമാണ് റാഷിദ്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും പങ്കെടുക്കാനെത്തിയ ബോഡി ബിൽഡറുകളെയാണ് റാഷിദ് പരാജയപ്പെടുത്തിയത്. ഇന്റർനാഷണൽ ബോഡി ബിൽഡിംഗ് സംഘടനയായ UIBFF ആണ് മത്സരം സംഘടിപ്പിച്ചത്. നേരത്തെ ബോഡി ബിൽഡിംഗ് രംഗത്തെ മിസ്റ്റർ കേരള പട്ടവും റാഷിദ് നേടിയിരുന്നു. ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. 4 വർഷമായിട്ട് ഞാൻ ബോഡി ബിൽഡിങ്ങിലോട്ട് ഈ ഒരു ഫീൽഡിലുണ്ട്. അപ്പം ഈ ഒരു ഇയർ കഴിഞ്ഞ വർഷം വരെ മിസ്റ്റർ കേരള എന്നുള്ള ഇത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പം ആദ്യമായിട്ട് പുറത്തോട്ട് ചെയ്യാനാണ്. അപ്പം ജസ്റ്റ് ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ പോയത്. അപ്പം എൻ്റെ കോച്ച് പുള്ളിക്കാരൻ വികാസ് വേണുഗോപാൽ എന്ന പുള്ളിക്കാരൻ മിസ്റ്റർ യൂണിവേഴ്സാ പഴയ. അപ്പം പുള്ളിക്കാരൻ വഴിയാണ് ഞാൻ ഇതിലോട്ട് എത്തുന്നത്. അപ്പോഴത്തേക്ക് എനിക്ക് ആ ഒരു സ്റ്റേജ് എക്സ്പീരിയൻസ് ചെയ്യണം, ജസ്റ്റ് ഒന്ന് അതിലൊരു നന്നായിട്ട് പെർഫോമൻസ് ചെയ്യണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം മാക്സിമം ഞാൻ കിട്ടില്ല, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എനിക്ക് 4th പ്ലേസ് വരുമെന്നും. അതും കേരളത്തിൽ നിന്ന് ജൂനിയറിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തന്റെ ബോഡി ബിൽഡിംഗ് പ്രൊഫഷൻ മുന്നോട്ട് കൊണ്ടുപോകാനാണ് റാഷിദിന്റെ തീരുമാനം. പേയാട് ദാറുൽ സലാം കോളേജിലെ ഡിഗ്രി പഠന വിദ്യാർത്ഥി കൂടിയാണ് റാഷിദ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇനി കായിക വാർത്തകൾ നോക്കാം. അണ്ടർ-19 ഏകദിനത്തിൽ ഇന്ത്യക്ക് വിജയം. 8 വിക്കറ്റിനാണ് ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ചത്. യുവതാരം വൈഭവ് സൂര്യവംശി വെടിക്കെട്ട് ബാറ്റിംഗ് നടത്തിയായിരുന്നു ഇന്ത്യക്ക് കരുത്തായി മാറിയത്. 2ാം യൂത്ത് ഏകദിനത്തിൽ വിജയം നേടിയ ഇന്ത്യ ഇതോടെ പരമ്പര സ്വന്തമാക്കി. ആദ്യം ബാറ്റ് ചെയ്ത ദക്ഷിണാഫ്രിക്ക 49.3 ഓവറിൽ 245 റൺസിന് ഓൾ ഔട്ടായി. ഇന്ത്യയുടെ മറുപടി ബാറ്റിംഗിനിടെ മഴയും മിന്നലും കാരണം മത്സരം തടസ്സപ്പെട്ടതോടെ വിജയലക്ഷ്യം 27 ഓവറിൽ 174 റൺസായി പുനർനിശ്ചയിക്കുകയായിരുന്നു. 23.3 ഓവറിൽ 2 വിക്കറ്റുകൾ മാത്രം നഷ്ടപ്പെടുത്തിയാണ് ഇന്ത്യ ലക്ഷ്യം കണ്ടത്. വിജയ് ഹസാരെ ട്രോഫി ക്രിക്കറ്റിലെ ഗ്രൂപ്പ് എ പോരാട്ടത്തിൽ കേരളം ഇന്ന് പോണ്ടിച്ചേരി നേരിടും. ടൂർണമെന്റിലെ നോക്കൌട്ട് ഘട്ടത്തിലേക്കുള്ള പ്രവേശനം നിശ്ചയിക്കുന്നതിൽ ഇരു ടീമുകൾക്കും ഇന്നത്തെ മത്സരം നിർണായകമാണ്. മികച്ച ഫോമിലുള്ള കേരളം നിലവിൽ 5 മത്സരങ്ങളിൽ നിന്നായി 12 പോയിന്റോടെ പട്ടികയിൽ മുന്നിലുണ്ട്. ടീമിലെ ബാറ്റിംഗ് ബൗളിംഗ് നിരകളുടെ മികച്ച ഫോം ടീമിന് ആത്മവിശ്വാസം നൽകുന്നുണ്ട്. ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ യൂട്യൂബ് ചാനൽ കാണും.